സ്വന്തം ജീവിത സുഖത്തിന് വേണ്ടിയാണ് പലരും പുതിയ സൗഹൃദങ്ങൾ തേടിപ്പോകുന്നതും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നീങ്ങുന്നതും. എന്നാൽ നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദനയെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരമ്മയുടെ കരുതലും സ്നേഹവും വേണ്ട സമയമുണ്ട്. എന്നാൽ അമ്മമാരുടെ ജാഗ്രതക്കുറവും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും മക്കളുടെ ജീവിതം തന്നെ ഇരുട്ടിലാക്കാം. തിരുവനന്തപുരം മാറനല്ലൂരിൽ 4 വർഷം മുൻപ് 7ാം ക്ലാസ്സുകാരിയെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ച കേസ് കേരളം അക്കാലത്ത് ഏറെ ചർച്ച ചെയ്തതാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം പിച്ചിച്ചീന്തിയ യുവാവിന് കോടതി വിധിച്ച ശിക്ഷ കുട്ടികളെ വേട്ടയാടുന്നവർക്കുള്ള താക്കീതാണ്. ഇതോടൊപ്പം ആലപ്പുഴയിൽ മദ്യം വാങ്ങാൻ ഷെയറിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ യുവാവിന് കോടതി ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിരിക്കുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുട്ടിക്കാലം മുതൽ വീട്ടിലെ കലഹം കണ്ടു വളർന്ന പെൺകുട്ടി അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിനൊപ്പം അവരുടെ വഴിവിട്ട ബന്ധങ്ങളും അവളുടെ ബാല്യകാലം സംഘർഷഭരിതമാക്കി. അമ്മ ആൺസുഹൃത്തിനൊപ്പം വീട് വിട്ടിറങ്ങിയപ്പോൾ മകളെയും കൂടെ കൂട്ടിയതാണ്. പിന്നീട് ദുരിതപൂർണമായിരുന്നു ആ 14-കാരിയുടെ ജീവിതം. അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് രണ്ടാനച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ലൈംഗിക ചൂഷണം. അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുന്നതിന് പകരം ശകാരമാണ് നേരിടേണ്ടി വന്നത്. അതിനിടെ രണ്ടാനച്ഛൻ നിർബന്ധിച്ച് അവളെ ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗിച്ചു. 2020 പെൺകുട്ടി നേരിട്ട ദുരിതകഥ പുറംലോകമറിഞ്ഞത്. 14-കാരിയെ ഭീഷണിപ്പെടുത്തി വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. മാറനല്ലൂർ സ്വദേശി അനീഷിന് 55 വർഷം കഠിന തടവും 40,000 രൂപ പിഴയുമാണ് ശിക്ഷ. (2019-20 കാലഘട്ടങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടി 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ കുട്ടിയുടെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് പ്രതി. വിവാഹം കഴിഞ്ഞ പ്രതി കുട്ടിയും അമ്മയുമായി നാഗർകോവിലിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ വെച്ച് അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് കുട്ടിയെ പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി എതിർത്തെങ്കിലും ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചതിന് ശേഷമാണ് പീഡിപ്പിച്ചത്. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി. ആന്ധ്രയിലും വിശാഖപട്ടണത്തിലും ഇവരെ കൊണ്ടുപോയി അവിടെ വെച്ചും കുട്ടിയെ പീഡിപ്പിച്ചു. മയക്കുമരുന്ന് കച്ചവടത്തിന് വേണ്ടിയാണ് പ്രതി പല സംസ്ഥാനങ്ങളിലും പോയത്. കുട്ടിയെ അമ്മയും ഭീഷണിപ്പെടുത്തി മയക്കുമരുന്ന് കച്ചവടത്തിന് വിടുമായിരുന്നു. കുട്ടി അച്ഛനെയും സഹോദരനെയും ഫോണിൽ വിളിച്ച് സംഭവം പറയാൻ ശ്രമിച്ചപ്പോൾ പ്രതി ഭീകരമായി മർദ്ദിച്ചിരുന്നു. തിരുവനന്തപുരം തിരുമലയിൽ താമസിക്കാൻ വന്ന ശേഷവും പീഡനം തുടർന്നു. ഇതിൽ മനംനൊന്ത കുട്ടി ബന്ധുക്കളോട് പീഡന വിവരം പറയുകയായിരുന്നു. ബന്ധുക്കൾ ഇടപെട്ടാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പ്രതി ഒരു കൊലക്കേസിലും പ്രതിയാണ്. കേസിൽ പ്രോസിക്യൂഷൻ 29 സാക്ഷികളെ വിസ്തരിച്ചു. 15 രേഖകളും 2 തൊണ്ടിമുതലുകളും ഹാജരാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യപാനത്തിനിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം പലപ്പോഴും ഷെയർ ഇടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ ഒരാൾ അല്പം മദ്യം കൂടുതൽ കുടിച്ചാലും തർക്കങ്ങൾ ഉണ്ടാകാം. ആലപ്പുഴയിൽ 9 വർഷം മുൻപ് സുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയത് മദ്യം ഷെയറിട്ട് വാങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. 2016 ജൂലൈയിൽ കോട്ടയം ഐമനം സ്വദേശി അനിയനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. മണ്ണഞ്ചേരി സ്വദേശി സനൽ എന്ന ഷാനിയെയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജൂലൈ 30 വൈകിട്ട് 6:45 ദേശീയപാതയ്ക്ക് സമീപം കലവൂർ ബീവറേജ് ഷോപ്പിന് മുന്നിലാണ് കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ട അനിയനും പ്രതി സനലും ഷെയറിട്ട് മദ്യം വാങ്ങാൻ തീരുമാനിക്കുന്നു. പിന്നീട് മദ്യം വാങ്ങിയെങ്കിലും ബിവറേജസിന് മുന്നിൽ വെച്ച് തന്നെ പണവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. അതിനിടെ സനൽ കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് അനിയന്റെ കഴുത്തിൽ വലതുഭാഗത്ത് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മണ്ണഞ്ചേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. മദ്യം ഷെയറിട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യേറ്റത്തിലെത്തിയതിന് പിന്നാലെ ഉണ്ടായ കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവം നടന്ന മാസങ്ങൾക്കുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ ഏറെ നീണ്ടുപോയി.
തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രതി സനൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ മണ്ണഞ്ചേരി സ്വദേശി സനൽ എന്ന ഷാനിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അംബിക കൃഷ്ണനും അഡ്വക്കേറ്റ് അഖില ബി കൃഷ്ണയും ഹാജരായി. ന്യൂസ് 18 ആലപ്പുഴ. നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകൾക്കും ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും പലരും ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേയും ക്രെഡിറ്റ് കാർഡുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ കൈവശം പോലും പണം ഉണ്ടാകാറില്ല. ഇനിയൊരു അത്യാവശ്യത്തിന് പണം വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴി മറ്റാർക്കെങ്കിലും തുക ട്രാൻസ്ഫർ ചെയ്ത് അവരിൽ നിന്ന് കാശ് വാങ്ങുന്നവരുണ്ട്. എന്നാൽ കൊല്ലം നല്ലിലയിൽ ഇത്തരമൊരു ഗൂഗിൾ പേ ഇടപാട് കത്തിക്കുത്തിൽ കലാശിച്ച സംഭവത്തെക്കുറിച്ച് അറിയണം. കടക്കാരൻ്റെ അനുമതിയില്ലാതെ 200 രൂപ ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തതാണ് വധശ്രമത്തിലേക്ക് നയിച്ചത്. പള്ളിവേട്ടക്കാവിലെ ചായക്കട ഉടമ ജോയിയെ കുത്തിയ കേസിൽ പ്രതി അബി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ജോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടയിലെത്തിയ അബി ജോയിയോട് ചോദിക്കാതെ കടയിലെ QR കോഡ് സ്കാൻ ചെയ്ത് അക്കൗണ്ടിലേക്ക് 200 രൂപ അയക്കുകയും ഈ പണം ആവശ്യപ്പെടുകയും ചെയ്തു. കടയിൽ പണമില്ലെന്ന് ജോയി പറഞ്ഞതോടെ സംഭവം വാക്കുതർക്കത്തിലേക്കെത്തി. തന്നോട് ചോദിക്കാതെ പണമിട്ടത് എന്തിനെന്ന് ജോയി ചോദിച്ചതോടെ അബി തന്റെ വീട്ടിൽ പോയി കത്തിയുമായി കടയിലെത്തി ആക്രമിക്കുകയായിരുന്നു. നേരെ കുത്തിയപ്പോൾ ജോയ് പ്രതിയുടെ കൈതട്ടി മാറ്റിയതിനാൽ കത്തി വയറിന്റെ ഇടതുഭാഗത്ത് കൊള്ളുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ജോയിയെ നാട്ടുകാർ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ജോയിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ പ്രതിയെ രാത്രിയിൽ നല്ലില ബദേൽ പള്ളിക്ക് സമീപത്തു നിന്നും പിടികൂടുകയായിരുന്നു. ചാത്തന്നൂർ SP അലക്സാണ്ടർ തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം കണ്ണനല്ലൂർ SHO ആൻഡ്രിക് ഗ്രോമിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ഈ സമീപകാലത്ത് തങ്ങളെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഇല്ലാതാക്കുകയും ആക്രമിക്കുകയും സൈബറിടത്ത് വേട്ടയാടുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണവും ആസൂത്രിതമാണ്. ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജനെ മർദ്ദിച്ചത്. പരിക്കേറ്റ ഷാജൻ സ്കറിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസാണ് ഷാജനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റത്. തൊടുപുഴ മാങ്ങാട്ടുകവലയിൽ വെച്ച് 3 പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഷാജൻ സ്കറിയയുടെ ആരോപണം. തന്റെ വാഹനം മറിച്ചിടുകയായിരുന്നു ആക്രമികളുടെ ലക്ഷ്യമെന്ന് ഷാജൻ സ്കറിയ പറയുന്നു. അമിത വേഗതയിൽ വന്ന വാഹനം കാറിൽ വന്നിടിക്കുകയായിരുന്നു. സ്റ്റിയറിംഗിൽ മുഖമിടിച്ചാണ് പരിക്കേറ്റത്. ആക്രമണത്തിൽ കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ഷാജൻ സ്കറിയ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. മുഖത്ത് പരിക്കേറ്റെങ്കിലും ഗുരുതരമല്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ന്യൂസ് 18 ഇടുക്കി. അച്ഛനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചതല്ല. എന്നാൽ മദ്യലഹരിയിൽ വീട്ടിലുണ്ടായ ചെറിയൊരു വാക്കുതർക്കം പരിധി വിട്ടു. ഇതേ തുടർന്നാണ് ഇടുക്കി രാജകുമാരി സ്വദേശി മണികണ്ഠൻ വയോധികനായ പിതാവിനെ തല്ലിച്ചതച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ CPM പ്രാദേശിക നേതാവ് കൂടിയായ ആണ്ടവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിന് ശേഷം മധുരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആണ്ടവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ആണ്ടവർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ആണ്ടവരെ മകൻ മണികണ്ഠൻ അതിക്രൂരമായി മർദ്ദിച്ചത്. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വാക്ക് തർക്കത്തെ തുടർന്നാണ് മണികണ്ഠൻ ടേബിൾ ഫാൻ, ഫ്ലാസ്ക് തുടങ്ങിയവ ഉപയോഗിച്ച് ആണ്ടവരുടെ തലയ്ക്കും മുഖത്തും അടിച്ചത്. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ആണ്ടവരെ തേനി മെഡിക്കൽ കോളേജിലും തുടർന്ന് മധുര മെഡിക്കൽ കോളേജിലും എത്തിച്ചു. മധുരയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആണ്ടവർ. നിലവിൽ പ്രതി മണികണ്ഠൻ റിമാൻഡിലാണ്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ദീർഘകാലം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗമായും ആണ്ടവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ചെറിയ ചാറ്റൽ മഴയുള്ള രാത്രി, ഇടയ്ക്ക് മിന്നലും ഇടിയുമുണ്ട്. അതിനിടെയാണ് ഒരു ഉഗ്ര ശബ്ദം കേട്ടത്. വലിയ ഇടിമിന്നലാണെന്ന് ആദ്യം കരുതി. പുറത്തിറങ്ങി നോക്കിയ നാട്ടുകാർ കണ്ടത് സമീപത്തുള്ള വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത്. ബോംബ് സ്ഫോടനമെന്ന് കരുതി തുടക്കത്തിൽ നാട്ടിലെങ്ങും ആശങ്ക. ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിലുണ്ടായ സ്ഫോടനം നാട്ടുകാരിൽ ഭീതി പരത്തിയിട്ടുണ്ട്. കണ്ണൂർ കണ്ണപുരത്തെ വാടക വീട്ടിൽ പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പടക്കമോ ബോംബോ നിർമ്മിക്കുമ്പോഴുണ്ടായ സ്ഫോടനമെന്നാണ് സൂചന. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അനൂപ്. ജില്ലാ ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. സംഭവത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. സ്ഫോടനത്തിന് പിന്നാലെ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറുകയായിരുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അനൂപ് മാലിക് എന്നയാളുടെ പേരിലാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. നേരത്തെയും സമാന കേസിൽ പ്രതിയാണ് അനൂപ്. ഇയാൾക്കെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 2016-ൽ കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക്. ഉത്സവത്തിനുപയോഗിക്കുന്ന ഗുണ്ട് പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനം നടന്ന വീട്ടിൽ നിർമ്മിച്ചിരുന്നത്. ഇതിന്റെ നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇവിടെ നിർമ്മാണം നടന്നതാണോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നടന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രൊസീജിയർ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഏരിയ ഒന്ന് പോസ്റ്റ് ബ്ലാസ്റ്റ് സെനാരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കുറച്ച് നേരം കൂടെ നമുക്ക് ഇതിൽ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ. എന്നാൽ അനൂപ് മാലിക്കിന്റെ പശ്ചാത്തലം അറിയില്ലെന്നും 15 വർഷമായി വാടകയ്ക്ക് നൽകി വരുന്ന വീടാണെന്നും വീട്ടുടമസ്ഥ പറയുന്നു. ഇത് വെച്ചിട്ടില്ല, ഇഗ്രിമെൻ്റ് ആക്കിയിട്ടില്ല. ഇഗ്രിമെൻ്റ് നമ്മൾ താമസിച്ചവരത് ആരും നമ്മൾ മേടിച്ചിട്ടില്ല. കാരണം എല്ലാവരും 3 മാസം 6 മാസം കഴിയുമ്പോൾ ഏതെങ്കിലും വീട് എടുക്കാനും അതിൻ്റെ ആ ഭാഗത്ത് നിന്നെല്ലാം എടുക്കുന്നതാണ്. പിന്നെ നമ്മളെ വീടൊന്ന് നശിച്ചു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത് വാടക. നല്ല വീടാണെന്ന്. അപ്പോൾ അവർ മാസത്തിലെല്ലാം നമുക്ക് കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. പിന്നെ ആരും നമ്മൾ ചോദിച്ചിന് ഇതിനിടയ്ക്ക് ഞാൻ അതിൻ്റെ അടുത്തില്ല എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്തെങ്കിലും അവിടെ നിൽക്കുന്നവർ എന്തെങ്കിലും ആണുങ്ങളല്ലേ എന്തെങ്കിലും വേറെയിലെ കുടിയോ വേറെയിലെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമില്ല.
ആർക്കും അവരെ പറ്റി ഒരു മോശം പറയാൻ നമുക്ക് കിട്ടിയില്ല. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. അനൂപ് മാലിക് കോൺഗ്രസുകാരനെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാകേഷ് ആരോപിച്ചു. സംഭവത്തിന് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. ഈ അനൂപ് എന്ന് പറയുന്ന ആൾ, ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണോ ഉള്ളത്, അല്ല പുറത്തെവിടെയെങ്കിലാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പരിശോധിച്ചോ? അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് ബന്ധപ്പെട്ടവരെ പരിശോധിക്കട്ടെ. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നും പോലീസിന് വീഴ്ചയുണ്ടായതായും കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വിമർശിച്ചു. ബോംബിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാം ഇത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തവും സമഗ്രവുമായ ഒരു അന്വേഷണം ഇവിടെ നടത്തണം. അത് അന്വേഷിച്ചത് ഈ അനൂപിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് കൃത്യമായി അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു, അദ്ദേഹമാണ് എങ്കിൽ അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു ബോംബുകൾ? ഈ ബോംബ് നിർമ്മിച്ച് അദ്ദേഹം എവിടെയാണ് ഇതിന് സപ്ലൈ ചെയ്യുന്നത്? ഇതൊരു ഏജൻസി ആയിട്ടാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അനൂപ് മാലിക് K സുധാകരന്റെ അടുത്ത അനുയായി എന്ന ആരോപണവുമായി BJPയും രംഗത്തു വന്നു. പോലീസിന്റെയും CPMന്റെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചിരുന്നുവെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. ഈ വീടിന്റെ ഉടമ കോൺഗ്രസിന്റെ അടിയുറച്ച ഒരു അനുഭാവിയാണ്. ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നത്, ബോംബ് ഉണ്ടാക്കുന്നത് ഒരു കാലത്ത് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരന്റെ വലം കൈയായിട്ടുള്ള ആളാണ്. പോലീസിന്റെ സംരക്ഷണത്തിൽ ഈ ആളുകൾ കഴിയുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു. പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ അതിൽ ഇദ്ദേഹം അനൂപ് മാലിക് ആ സംഭവത്തിൽ ഉൾപ്പെട്ടപ്പോൾ ഇത്രയും കാലമായിട്ടും ഏതെങ്കിലും സംഭവത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടോ? അനൂപ് മാലിക്കിന്റെ പേരിൽ പല കേസുകളും കോടതിയിൽ നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇത്രയും ഗൗരവതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അനൂപ് മാലിക്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ഒന്നോ രണ്ടോ മക്കളുള്ള വീടുകളിൽ കുട്ടികളെ വല്ലാതെ ലാളിച്ചു വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കും. ചെറുപ്പം മുതൽ കുട്ടികൾ ചോദിക്കുന്നതെല്ലാം നൽകിയാലുണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് കൂടി അച്ഛനമ്മമാർ തിരിച്ചറിയണം. കൗമാരപ്രായത്തിലെത്തുമ്പോൾ മക്കളെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്താൽ പിന്നെ മാതാപിതാക്കളായിരിക്കും അവരുടെ ഏറ്റവും വലിയ ശത്രു. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ വീട്ടുകാരുമായി വഴക്കിട്ട പെൺകുട്ടി ചെയ്ത കടുങ്കയെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സിലാകും ഇപ്പോഴത്തെ തലമുറയുടെ മനോഭാവം. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി പാലത്തിൽ നിന്നും പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. തിരൂരങ്ങാടി സ്വദേശിനി ദേവനന്ദിയുടെ ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കൂട്ടിലങ്ങാടി പാലത്തിൽ നിന്ന് യുവതി പുഴയിലേക്ക് ചാടിയത്. ഇതുവഴി പോയ ബൈക്ക് യാത്രക്കാരായ ദമ്പതിമാരാണ് പാലത്തിന്റെ കൈവരിയിൽ യുവതി ഇരിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കുട്ടി പുഴയിലേക്ക് ചാടിയതായി ഇവർ പോലീസിനോട് പറഞ്ഞു. ഇതിനിടെ മുണ്ടുപറമ്പ് DPO റോഡിൽ താമസിക്കുന്ന ദേവനന്ദയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും ട്രോമാ കെയർ അംഗങ്ങളും വൈറ്റ് ഗാർഡും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ പരുവമണ്ണ തൂക്കുപാലത്തിന് താഴെ പമ്പ് ഹൌസിന്റെ സമീപത്തു നിന്നായാണ് മൃതദേഹം ലഭിച്ചത്. കൂട്ടിലങ്ങാടി പാലത്തിന് 500 മീറ്റർ അകലെ പുഴയുടെ അരികിൽ കുറ്റിച്ചെടിയിൽ തടഞ്ഞു പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം. മരിച്ചത് ദേവനന്ദിയെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുറച്ചു ദിവസങ്ങളായി പെൺകുട്ടി മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നു എന്നാണ് സൂചന. ന്യൂസ് 18 മലപ്പുറം. പണവും സ്വർണവും തട്ടിയെടുക്കാൻ വീട്ടമ്മയുമായി സൗഹൃദത്തിലായ യുവാവ് പിന്നീട് അവരെ കൊലപ്പെടുത്തി മൃതദേഹം മാൻഹോളിൽ തള്ളി തെളിവ് നശിപ്പിക്കുന്നു. കോതമംഗലം ഊന്നുകൽ ശാന്ത കൊലക്കേസിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. പ്രതി കുറ്റസമ്മതം നടത്തിയെങ്കിലും
കേസിൽ ഇനിയും കുറെ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി പ്രതി രാജേഷിനെ കോതമംഗലം കോടതിയിലെത്തിച്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ബാഗും താക്കോലും അടക്കം കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ വരും ദിവസങ്ങളിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. 3 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 22-ാം തീയതിയാണ് ഊന്നുകൽ ടൗണിന് സമീപം ആളൊഴിഞ്ഞ വീട്ടിൽ വേങ്ങൂർ സ്വദേശിനി ശാന്തയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടത്. അന്ന് തന്നെ ആൺസുഹൃത്തായ പ്രതി രാജേഷ കാറ് ഒരു കടയിൽ ഏൽപ്പിച്ച ശേഷം മടങ്ങുകയായിരുന്നു. തുടർന്ന് 27-ാം തീയതി വൈകിട്ട് എറണാകുളത്ത് നിന്ന് പ്രതിയെ പിടികൂടി. റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി ഊന്നുകൽ പോലീസ് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. ശാന്തയുടെ മൊബൈൽ ഫോണും ബാഗും താക്കോലും കോതമംഗലം കുരൂർ തോട്ടിൽ വലിച്ചെറിഞ്ഞതായുള്ള പ്രതിയുടെ മൊഴിയെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. ബാഗും താക്കോലുമടക്കം കൂടുതൽ വസ്തുക്കളുമായുള്ള തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കോതമംഗലം. ക്ഷേത്രങ്ങളിൽ ക്യൂ നിന്നാണ് ഭക്തർ ദർശനവും വഴിപാട് നടത്താറുള്ളത്. അതിനുശേഷം പ്രസാദം സ്വീകരിക്കാനും വരി നിൽക്കും. അങ്ങനെ ദൈവാനുഗ്രഹത്തിനായി ക്ഷമയോടെ കാത്തു നിൽക്കുന്നവരെ ക്ഷേത്രങ്ങളിലെത്തിയാൽ കാണാം. എന്നാൽ ഡൽഹിയിലെ കൽക്കാജി ക്ഷേത്രത്തിലുണ്ടായ ദാരുണമായ സംഭവം വിശ്വാസികളിൽ ഞെട്ടലുളവാക്കിയിരിക്കുന്നു. പ്രസാദം വാങ്ങുന്ന സമയത്തുണ്ടായ ചെറിയൊരു വാക്കുതർക്കത്തിൽ ക്ഷേത്ര ജീവനക്കാരനെ ഒരു സംഘം അടിച്ചു കൊലപ്പെടുത്തി. ഉത്തർപ്രദേശ് സ്വദേശി യോഗേന്ദ്ര സിംഗിനെ ഇരുമ്പ് വടി ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രതികൾ ജീവനക്കാരനെ സമീപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ജീവനക്കാരൻ യോഗേന്ദ്ര സിംഗും യുവാക്കളും തമ്മിലുള്ള തർക്കം അക്രമത്തിലേക്ക് വഴിമാറുകയായിരുന്നു. യുവാക്കൾ യോഗേന്ദ്ര സിംഗിനെ ഇടിക്കുകയും വടികൾ ഉപയോഗിച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ക്ഷേത്ര ജീവനക്കാരനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. പ്രതികളിൽ ഒരാളായ ദക്ഷിൺപൂർ സ്വദേശി അതുൽ പാണ്ഡെയെ സംഭവസ്ഥലത്ത് വെച്ച് നാട്ടുകാർ പിടികൂടി. ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചു. രക്ഷപ്പെട്ട മറ്റ് പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. 15 വർഷമായി യോഗേന്ദ്ര സിംഗ് കൽക്കാജി ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. നടന്നത് അതിക്രൂരമായ കൊലപാതകമാണെന്നാണ് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് 18 ഡൽഹി. ഓണാഘോഷം കളറാക്കാൻ കോളേജ് വിദ്യാർത്ഥികൾ ആഡംബര വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്ന കാഴ്ചകൾ പലയിടത്തും കാണാറുണ്ട്. എന്നാൽ ഇത്തരം കുട്ടിക്കളി പോലീസും മോട്ടോർ വാഹന വകുപ്പും വെച്ചു പൊറപ്പിക്കില്ല കേട്ടോ. മലപ്പുറം നിലമ്പൂരിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മാറ്റി അലിയാർ ഗ്യാങ് എന്നെഴുതിയാണ് വിദ്യാർത്ഥികൾ കോളേജിലെത്തിയത്. ഓണാഘോഷം അതിരുവിട്ടതിനെ തുടർന്ന് നിലമ്പൂരിലെ 2 കോളേജുകളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനങ്ങൾ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ KSRTC ബസ് വാടകയ്ക്കെടുത്ത് വിദ്യാർത്ഥികൾ നടത്തിയ അപകടയാത്രയ്ക്ക് പിന്നാലെയാണ് പുതിയ സംഭവവികാസങ്ങൾ. ഓണാഘോഷത്തിലാണ് വിദ്യാർത്ഥികൾ നടത്തിയ ആഘോഷം അതിരുവിട്ടത്. ആഡംബര വാഹനങ്ങളിലായിരുന്നു വിദ്യാർത്ഥികളുടെ ആഘോഷം. നമ്പർ പ്ലേറ്റിന് പകരം അലിയാർ ഗ്യാങ് എന്നെഴുതിയ വാഹനങ്ങൾ പിടികൂടി. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്ക് വൻതുക പിഴയായി ഈടാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ വാടകയ്ക്കെടുത്ത KSRTC ബസ്സിൽ അപകടയാത്ര നടത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഓണാഘോഷം വിവാദമായിരുന്നു. KSRTC ബസിന്റെ ചവിട്ടുപടിയിലും ജനലുകളിലും ഇരുന്നും നിന്നുമൊക്കെയായിരുന്നു പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പൊതുവഴിയിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ബസ്സിന് മുന്നിലും പിന്നിലുമായി കാറുകളും പോത്തുമൊക്കെ ഉണ്ടായിരുന്നു.
ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപകടകരമായ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 മലപ്പുറം. രാഷ്ട്രീയ പ്രമുഖരെയും സെലിബ്രിറ്റികളെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നത് ചിലർക്കൊരു ഹരമാണ്. എന്നാൽ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ പരിധി വിട്ടാലുള്ള നിയമ നടപടികളെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അശ്ലീല ചുവയുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ക്രൈം നന്ദകുമാറിനെതിരെ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ അശ്ലീലമായി അവതരിപ്പിക്കുന്നതായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. മുഖ്യമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ക്രൈം നന്ദകുമാർ പങ്കുവച്ച വീഡിയോയാണ് വിവാദമായത്. BNS 192 IT ആക്ടിലെ 67, 67A വകുപ്പുകളാണ് നന്ദകുമാറിനെതിരെ ചുമത്തിയിരുന്നത്. നിയമവിരുദ്ധമായ പ്രവർത്തനത്തിലൂടെ കലാപം ലക്ഷ്യമിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നതിനെതിരെ ചുമത്തുന്ന വകുപ്പാണ് BNS 192. ലൈംഗിക ചുവയോടുള്ള വീഡിയോ പുറത്തിറക്കി എന്നാണ് ക്രൈം നന്ദകുമാറിനെതിരെയുള്ള FIR. രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ അശ്ലീലമായി അവതരിപ്പിക്കുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കമെന്ന് FIR-ൽ പറയുന്നു. രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ മുഖ്യമന്ത്രിയുടെ ശ്രമം എന്ന രീതിയിലാണ് വ്യാഖ്യാനം. സോളാർ കേസ് പ്രതിയായ സ്ത്രീയുമായി ബന്ധപ്പെടുത്തിയും വീഡിയോയിൽ പരാമർശമുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി നന്ദകുമാറിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ലഹരി മാഫിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. സ്കൂളുകളുടെ സമീപത്ത് കഞ്ചാവ് മിഠായിയുമായി ചില സംഘങ്ങൾ നിലയുറപ്പിക്കും. വിദ്യാർത്ഥികൾ വഴിയാണ് ഇത് സഹപാഠികളിലേക്ക് എത്തിക്കുന്നത്. കോട്ടയം നഗരത്തിൽ 1 കിലോ കഞ്ചാവും 27 ഗ്രാം കഞ്ചാവ് മിഠായിയും എക്സൈസ് പിടികൂടി. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് 3 ഗ്രാം ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തിട്ടുണ്ട്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. കോട്ടയത്ത് ആദ്യമായാണ് കഞ്ചാവ് മിഠായി പിടികൂടുന്നത്. കോട്ടയം എക്സൈസ് റേഞ്ച് ടീം ആസാം സ്വദേശിയായ അന്യസംസ്ഥാന തൊഴിലാളിയിൽ നിന്നും കഞ്ചാവും ബ്രൗൺ ഷുഗറും 27 കഞ്ചാവ് മിഠായികളുമാണ് പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് അനധികൃത മദ്യ മയക്കുമരുന്ന് ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായി കോട്ടയം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അഖിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് ലഹരി പിടികൂടിയത്. അസാം സ്വദേശിയായ 24-കാരൻ കാസിം അലിയാണ് പിടിയിലായത്. കഞ്ചാവ് അരച്ച് ഉരുളകളാക്കി ആകർഷണീയമായ പാക്കുകളിൽ 5 ഗ്രാം വീതം തൂക്കമുള്ള 27 മിഠായികൾ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത്. എക്സൈസ് ഷാഡോ ടീം ദിവസങ്ങളായി പിന്തുടർന്ന് നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഇയാളുടെ മുറി കണ്ടെത്തി റെയ്ഡ് നടത്തിയത്. ഒരു മുറിയെടുത്ത ശേഷം അവിടെ മയക്കുമരുന്നുകൾ സൂക്ഷിക്കുകയും മറ്റൊരു മുറിയിൽ താമസിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി. ന്യൂസ് 18 കോട്ടയം. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തേക്ക് വ്യാപകമായ രീതിയിൽ ലഹരി എത്തിക്കുന്നുണ്ട്. അതിനായി ഓരോ ജില്ല കേന്ദ്രീകരിച്ചും വൻ സംഘമാണ് പ്രവർത്തിക്കുന്നത്. ഇതോടെ മയക്കുമരുന്ന് മാഫിയയെ കുടുക്കാൻ പോലീസും എക്സൈസും സജ്ജമാണ്. മലപ്പുറത്തും എറണാകുളത്തും പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി സംഘങ്ങൾ വലയിലായി. മലപ്പുറം വേങ്ങരയിൽ വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് MDMA കച്ചവടം നടത്തിയ 2 പേരാണ് അറസ്റ്റിലായത്. അങ്കമാലിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 200 ഗ്രാം രാസലഹരി പിടിച്ചെടുത്തു. കാടാമ്പുഴ മാറാക്കര സ്വദേശി മൈലാമ്പാടൻ നൌഷാദ്, പടപ്പറമ്പ് മൂച്ചിക്കൽ സ്വദേശി വലിയകലയിൽ ജാസിം എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് SI N റാഷിദ് അലിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്.
തുടർന്ന് ഇവരെ വേങ്ങര പോലീസിന് കൈമാറി. നൌഷാദിന്റെ പേരിൽ തിരൂർ കുറ്റിപ്പുറം എക്സൈസിൽ 2 അബ്കാരി കേസുകളും ജാസിമിന്റെ പേരിൽ കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ NDPS കേസും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതിനിടെ അങ്കമാലിയിലും വൻ മയക്കുമരുന്ന് വേട്ട നടന്നു. 200 ഗ്രാം രാസലഹരിയുമായി 2 യുവാക്കളെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും ചേർന്ന് സാഹസികമായി പിടികൂടി. കോട്ടയം കോട്ടമുറി സ്വദേശി അനിജിത് കുമാർ, പൂഞ്ഞാർ സ്വദേശി അജ്മൽ ഷാ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി M. ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ബംഗളൂരുവിൽ നിന്ന് കാറിൽ കൊണ്ടുവരികയായിരുന്നു മയക്കുമരുന്ന്. കരയാമ്പറമ്പിൽ വെച്ച് കാറിന് പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്താതെ വേഗത്തിൽ ഓടിച്ചുപോയി. തുടർന്ന് പിന്തുടർന്ന് TB ജംഗ്ഷനിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പ്രത്യേക അറയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. കാറും കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്കായാണ് MDMA കൊണ്ടുവന്നതെന്നാണ് പ്രതികളുടെ മൊഴി. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ രാവിലെ മുതൽ ഈ ഗ്രൂപ്പുകളെല്ലാം നിശ്ചലം. പരിശോധിച്ചപ്പോഴാണ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടുന്ന എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഹാക്ക് ചെയ്തതായി വിവരം ലഭിച്ചത്. ഇതോടെ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ല. സൈബർ സെല്ലിൻ്റെ സഹകരണത്തോടെ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹാക്കിംഗ് സംഘം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കടന്നുകയറിയത്. കാലാവസ്ഥാ മാറ്റമടക്കം യാതൊരു മുന്നറിയിപ്പും നൽകാൻ കഴിയാത്ത രീതിയിൽ ഗ്രൂപ്പുകൾ നിശ്ചലമായി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനും ഈ ഗ്രൂപ്പുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെയാണ് ഹാക്കിങ്ങിനെ ദുരന്ത നിവാരണ അതോറിറ്റി കാണുന്നത്. രാവിലെ തന്നെ ഹാക്കിംഗ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ സ്ഥാപനത്തിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഗ്രൂപ്പുകൾ സജീവമാക്കാനുള്ള ശ്രമം തുടങ്ങി. ഹാക്കിംഗ് നടത്തിയവരെക്കുറിച്ച് നിലവിൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സഹായത്തോടെ ഹാക്കിങ്ങിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളുകളിലെയും ക്യാമ്പസുകളിലെയും ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി നാട്ടിലും വീട്ടിലുമുള്ള ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആഘോഷത്തിൻ്റെ പേരിൽ കുട്ടികൾ ലഹരിയും മദ്യവും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കണം. തിരുവനന്തപുരത്ത് മത്സരിച്ച് മദ്യപിച്ച +2 വിദ്യാർത്ഥിക്ക് സംഭവിച്ച അപകടം ആശങ്കയോടെയാണ് കാണേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് +2 വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് മദ്യപിച്ചത്. ഓണാവധിയോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ പരിപാടികൾക്കിടെയായിരുന്നു മദ്യപാനം. എന്നാൽ മദ്യപിച്ച് ലക്കുകെട്ട 17-കാരൻ കുഴഞ്ഞു വീണു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം ഓടിമറഞ്ഞു. ഒരു സുഹൃത്ത് ഉടൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് മ്യൂസിയം പോലീസ് എത്തിയാണ് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇങ്ങനെ കൂട്ടുകാർക്കൊപ്പം ആഘോഷത്തിനും മദ്യപാനത്തിനും പോകുന്ന കുട്ടികൾ ഒരു കാര്യം തിരിച്ചറിയണം കേട്ടോ. മാതാപിതാക്കൾ അറിയാതെ ഇതുപോലുള്ള ആഘോഷത്തിന് പോയാൽ ചിലപ്പോൾ അപകടമൊക്കെ സംഭവിക്കാം. അവിടെ രക്ഷിക്കാൻ ഒരു കൂട്ടുകാരും ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.